ഹലോ, ഇന്ന് നമുക്കൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ട്. എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല മൂത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെല്ലാം കഴുകിയെടുത്ത് കൊണ്ടുവന്നതാണ്. ഇതിനേക്കൊന്ന് മുറിച്ചെടുക്കാം. ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊടിയായി മുറിച്ചെടുത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് 2 മണിക്കൂർ മാങ്ങ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കടുകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. ഈ കടുകും ഉലുവയെല്ലാം നല്ല പടപടാന്ന് പൊട്ടിത്തുടങ്ങും. അതുവരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനൊരു 3 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ കുറച്ച് കടുക് ഇടാം. കടുകൊക്കെ പൊട്ടുമ്പോൾ 3-4 വറ്റൽമുളകും കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും ചെറിയൊരു പീസ് ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടെ ചെറുതായി മുറിച്ചിട്ട് അതും ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി. ഇനി നമുക്ക് ഉലുവയും കടുകും കൂടെ വറുത്തത് പൊടിച്ച് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതും ചേർക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ച ശേഷം അതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായി വയ്ക്കാം. ഇനി നമ്മുടെ മാങ്ങ എടുക്കാം. ഇപ്പോൾ മാങ്ങയെല്ലാം നന്നായി ഉപ്പ് പിടിച്ച് ഇരിക്കുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മാങ്ങയിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കാഷ്മായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റിയായ ഈസിയുമായ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. മാങ്ങാച്ചാറിന് കളർ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ഇടുകയാണെങ്കിൽ നല്ല കളറായിട്ട് കിട്ടും. ഇത് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടുകൂടാതെ ഇരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.